ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കൊറിന്തോസ് 12-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദർശനങ്ങളും വെളിപാടുകളും എന്ന ശീർഷകത്തോടു കൂടിയ ഈ അധ്യായത്തിൽ പൗലോസിൻ്റെ വ്യഗ്രത എന്ന ഉപശീർഷകവും ഉൾപ്പെടുന്നു. ഈ അധ്യായത്തിൽ 21 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. 2 കൊറിന്തോസ് 12-ാം അധ്യായത്തിൽ എന്തിലേക്ക് കടക്കട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും. ചോദ്യം 2. ഏത് മനുഷ്യനെയാണ് ക്രിസ്തുവിൽ തനിക്കറിയാം എന്ന് ശ്ലീഹ പറയുന്നത്? ഉത്തരം: 14 വർഷം മുൻപ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ. ചോദ്യം 3. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടതിൽ തനിക്ക് അറിയാത്ത കാര്യം എന്താണ് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ഉയർത്തപ്പെട്ടത് ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെയോ എന്ന്. ചോദ്യം 4. എങ്ങനെ ഉയർത്തപ്പെട്ടു എന്ന് അറിയുന്നത് ആർക്ക്? ഉത്തരം: ദൈവത്തിന്. ചോദ്യം 5. 3-ാം സ്വർഗം എന്ന് പറയുന്നത് എന്തിനെയാണ്? ഉത്തരം: പറുദീസായെ. ചോദ്യം 6. 3-ാം സ്വർഗത്തിലേക്ക്, അതായത് പറുദീസയിലേക്ക് ഉയർത്തപ്പെട്ട മനുഷ്യൻ കേട്ടത് എന്തെല്ലാം? ഉത്തരം: അവാച്യവും മനുഷ്യന് വിവരിച്ചുകൂടാത്തതുമായ കാര്യങ്ങൾ കേട്ടു. ചോദ്യം 7. ആരെക്കുറിച്ചാണ് ശ്ലീഹ അഭിമാനം കൊള്ളുന്നത്? ഉത്തരം: പറുദീസയിലേക്ക്, അതായത് 3-ാം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട മനുഷ്യനെക്കുറിച്ച്. ചോദ്യം 8. ശ്ലീഹ സ്വയം അഭിമാനം കൊള്ളുന്നത് എന്തിൽ? ഉത്തരം: സ്വന്തം ബലഹീനതകളിൽ. ചോദ്യം 9. ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ശ്ലീഹ ഒരു ഭോഷനാവുകയില്ല. എന്തുകൊണ്ട്? ഉത്തരം: സത്യം സംസാരിക്കുന്നതുകൊണ്ട്. ചോദ്യം 10. ശ്ലീഹ ആത്മപ്രശംസ ഒഴിവാക്കുന്നു. എന്തുകൊണ്ട്? ഉത്തരം: ശ്ലീഹായിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നതിൽ അധികമായി ആരും ശ്ലീഹായെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന്. ചോദ്യം 11. വെളിപാടുകളുടെ ആധിക്യത്താൽ ശ്ലീഹ അധികം സന്തോഷിക്കാതിരിക്കേണ്ടതിന് നൽകപ്പെട്ടതെന്ത്? ഉത്തരം: ശരീരത്തിൽ ഒരു മുള്ള്. ചോദ്യം 12. എന്താണ് ശ്ലീഹായുടെ ശരീരത്തിൽ നൽകപ്പെട്ട മുള്ള്? ഉത്തരം: ശ്ലീഹായെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. ചോദ്യം 13. പിശാചിൻ്റെ ദൂതൻ വിട്ടകലാൻ വേണ്ടി എത്ര പ്രാവശ്യമാണ് കർത്താവിനോട് അപേക്ഷിച്ചത്? ഉത്തരം: 3 പ്രാവശ്യം. ചോദ്യം 14. പിശാചിൻ്റെ ദൂതൻ വിട്ടകലാൻ കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അരുളിച്ചെയ്തതെന്ത്? ഉത്തരം: നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ചോദ്യം 15. ശ്ലീഹ പൂർവാധികം സന്തോഷത്തോടെ തൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. എന്തുകൊണ്ട്? ഉത്തരം: ക്രിസ്തുവിൻ്റെ ശക്തി ശ്ലീഹായുടെ മേൽ ആവസിക്കേണ്ടതിന്. ചോദ്യം 16. എന്തിലെല്ലാമാണ് ശ്ലീഹ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനായിരിക്കുന്നത്? ഉത്തരം: ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചോദ്യം 17. നിങ്ങൾക്ക് നൽകപ്പെട്ട അപ്പസ്തോലന് ചേർന്ന അടയാളങ്ങൾ എന്തെല്ലാം? ഉത്തരം: തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുള്ള സഹനങ്ങളും. ചോദ്യം 18. എത്രാം പ്രാവശ്യമാണ് ശ്ലീഹ കൊറിന്തോസുകാരെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നത്? ഉത്തരം: 3-ാം പ്രാവശ്യം. ചോദ്യം 19. പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് ഒരു ഭാരമായിരിക്കുകയില്ല. എന്തുകൊണ്ട്? ഉത്തരം: ശ്ലീഹ കാക്ഷിക്കുന്നത് കൊറിന്തോസുകാരെയാണ്, കൊറിന്തോസുകാർക്കുള്ളതല്ല. അതുകൊണ്ട്. ചോദ്യം 20. ആർക്കു വേണ്ടിയാണ് സമ്പാദിക്കേണ്ടത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: മാതാപിതാക്കന്മാർ മക്കൾക്കു വേണ്ടി. ചോദ്യം 21. ശ്ലീഹ അതീവ സന്തോഷത്തോടെ കൊറിന്തോസുകാർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യും? ഉത്തരം:
കോറിന്തോസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി സ്ലീഹായ്ക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ചോദ്യം 22. സ്ലീഹ കോറിന്തോസുകാരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് അവർ സമ്മതിക്കുന്നു. പക്ഷേ എന്താണ് അവർ പറയുന്നത്? ഉത്തരം: അവരെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തിയെന്ന്. ചോദ്യം 23. ആരെയെല്ലാമാണ് സ്ലീഹ നിർബന്ധപൂർവം കോറിന്തോസിലേക്ക് അയച്ചത്? ഉത്തരം: തീത്തോസിനെ. കൂടെ ഒരു സഹോദരനെയും അയച്ചു. ചോദ്യം 24. സ്ലീഹായും തീത്തോസും ആ സഹോദരനും എങ്ങനെയാണ് പ്രവർത്തിക്കുകയും നടക്കുകയും ചെയ്തത്? ഉത്തരം: ഒരേ ആത്മാവിലും ഒരേ പാതയിലും. ചോദ്യം 25. കോറിന്തോസുകാരുടെ അഭ്യുന്നതിക്ക് വേണ്ടി സ്ലീഹ എങ്ങനെയാണ് പ്രസംഗിച്ചിരുന്നത്? ഉത്തരം: ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിൽ. ചോദ്യം 26. എന്ത് ഭയപ്പെടുന്നു എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം: സ്ലീഹ ആഗ്രഹിക്കുന്ന നിലയിൽ കോറിന്തോസുകാരെയും കോറിന്തോസുകാർ ആഗ്രഹിക്കുന്ന നിലയിൽ സ്ലീഹായെയും കാണാതിരിക്കുമോ എന്ന്. ചോദ്യം 27. കോറിന്തോസുകാരിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് സ്ലീഹ സംശയിക്കുന്നത്? ഉത്തരം: കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും കണ്ടെത്തുമോ എന്ന്. ചോദ്യം 28. എന്തിനെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നാണ് സ്ലീഹ ഭയപ്പെടുന്നത്? ഉത്തരം: നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കാണുകയും ചെയ്യുന്ന ഓരോരുത്തരെയും പ്രാർത്ഥനാപൂർവ്വം സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.